Our goal is not in her. Dear friends, V1, V2, V3 അതായത് വെബ്സിൻ്റെ പ്രസൻറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. എന്താണ് കാരണം? റിപ്പോർട്ടർ സ്പീച്ച്, ടെൻസ്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ്, WH ക്വസ്റ്റ്യൻ, എസ് ഓർ നോർ ക്വസ്റ്റ്യൻ, ഇഫ് ക്ലോസ്, ഇങ്ങനെയുള്ള ഗ്രാമറുകളെല്ലാം ചെയ്യുന്നതിന് V1, V2, V3 വളരെ അനിവാര്യമാണ്. ഇത് നമ്മൾ വളരെ പ്രാധാന്യത്തോട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈസിയായി, എഫർട്ട്ലെസ്സായി, എന്നാൽ സ്മാർട്ടായി V1, V2, V3 പഠിക്കാൻ ചില സൂത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നോക്കൂ, നമ്മുടെ പാർട്സ് ഓഫ് ബോഡി, പാർട്സ് ഓഫ് സൈക്കിൾ, പാർട്സ് ഓഫ് റേഡിയോ എന്നൊക്കെ പറയുന്നത് പോലെ പാർട്സ് ഓഫ് സ്പീച്ച്, സ്പീച്ചിൻ്റെ പാർട്സ്, ഇത് ഇംഗ്ലീഷിൽ 18 നമ്പേഴ്സാണ്. ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഒരു മെമ്പറാണ്, ഒരു അംഗമാണ് വെബ്സ്. വെബ്സ് ഇവിടെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. വെബ്സ് ക്ലാസിഫൈഡ് ഇൻറ്റു 2. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രസൻറ്റ് എങ്ങനെ പാസ്റ്റ് ആകുന്നു, ഓൺ ദി ബേസിസ് ഓഫ് ദ വേ ഓഫ് പ്രസൻറ്റ് ബിക്കമിങ് പാസ്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെബ്സിനെ രണ്ടായി തിരിക്കുന്നു. സ്ട്രോങ് വെബ്സ്, വീക്ക് വെബ്സ്. സ്ട്രോങ് വെബ്സിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഇറഗുലർ വെബ്സ്. വീക്ക് വെബ്സിനെ ഈസ് ഓൾസോ കാൾഡ് റെഗുലർ വെബ്സ്. വാട്ട് ഈസ് സ്ട്രോങ് വെബ്സ്? വാട്ട് ഈസ് വീക്ക് വെബ്സ്? റൂട്ട് വവൽ, ഒരു വെബ്സിൻ്റെ വവൽ ചേഞ്ചിലൂടെ പാസ്റ്റ് ഫോമിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള വെബ്സുകളെയാണ് സ്ട്രോങ് വെബ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റൈസ്. റൈസ്, ഇവിടെ റൈസ് ഓ ആയി മാറുകയാണ്. ഓ, റൈസ്, റോസ്. ഇത് വവൽ ചേഞ്ചാണ്. ഈ വവൽ ചേഞ്ചിലൂടെ വെബ്സ് പാസ്റ്റ് ടെൻസ് ആകുന്നതിനെയാണ് സ്ട്രോങ് വെബ്സ് എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് വെബ്സ് ഫോം ദെയർ പാസ്റ്റ് ബൈ ചേഞ്ചിങ് റൂട്ട് വവൽ. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീക്ക് വെബ്സ്. വാട്ട് ഈസ് വീക്ക് വെബ്സ്? വീക്ക് വെബ്സ് ഫോം ദെയർ പാസ്റ്റ് ബൈ ദന്തൽ എൻഡിങ്. ദന്തൽ എൻഡിങ് എന്ന് പറഞ്ഞാൽ ED, DT ഇങ്ങനെയുള്ള അക്ഷരങ്ങളെയാണ് ദന്തൽ. അതായത് നമ്മുടെ നാക്കിൻ്റെ ടിപ്പ്, ഈ ടിപ്പ് ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ അപ്പർ ടീത്തിൽ ടച്ച് ചെയ്യും. അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് ദന്തൽ സൗണ്ട്. അന്നേരം ആ ദന്തൽ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വെബ്സുകളെയാണ് വീക്ക് വെബ്സ് എന്ന് പറയുന്നത്. വീക്ക് വെബ്സും സ്ട്രോങ്. അന്നേരം വെബ്സ് ഫോം ദെയർ പാസ്റ്റ് ബൈ ആഡിങ് ED, D or T, ദാറ്റ് ഈസ് ദന്തൽ എൻഡിങ്. നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ നമ്മൾ ഈ രണ്ട് ടേംസ് ഒന്ന് പരിചയപ്പെടണം. ഇൻഡോ യൂറോപ്യൻ, പ്രോട്ടോ ജർമാനിക്. ഏതാണ്ട് 6500 വർഷങ്ങൾക്ക് മുമ്പ് യൂറേഷ്യയിലും മറ്റും നിലവിലുണ്ടായിരുന്ന ഒരു ഭാഷ, ഒരു ലാംഗ്വേജാണ് ഇൻഡോ യൂറോപ്യൻ, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചിരുന്ന ഒരു ഭാഷയാണ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ. ലോകത്തിൽ 46% ഭാഷകളും ഈ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ലാംഗ്വേജിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അവർ പ്രസൻറ്റിനെ പാസ്റ്റാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റൂൾസ് ഇതായിരുന്നു. വവൽ ചേഞ്ച് ആയിരുന്നു. ചേഞ്ചിങ് റൂട്ട് വവൽ ആയിരുന്നു ഇൻഡോ യൂറോപ്യൻ ഭാഷയുടെ പ്രസൻറ്റിനെ പാസ്റ്റാക്കുന്നതിനുള്ള റൂള്. പിന്നീട് ഇൻഡോ യൂറോപ്യൻ ഭാഷയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിങ് ആണ് പ്രോട്ടോ ജർമാനിക്.
ഈ പ്രോട്ടോ ജർമാനിക്ക് അത് പ്രസൻറ്റിനെ പാസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു ന്യൂ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. അതെന്തായിരുന്നു? അതാണ് ദന്തൽ എൻഡിങ്. ഈ ദന്തൽ എൻഡിങ് ഇന്ന് വെബ്സിൻ്റെ പ്രസൻറ്റ് ഫോമിലുള്ള വെബ്സിൻ്റെ അവസാനം DEDT ഇങ്ങനെയുള്ള ദന്തൽ എൻഡിങ് ചേർത്ത് പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്ന രീതി. ഇത് ഡെവലപ്പ് ചെയ്തത് പ്രോട്ടോ ജർമാനിക്കാണ്. ഈ ജർമാനിക് ഗ്രൂപ്പിൽ നിന്നാണ് ഇംഗ്ലീഷും നമ്മുടെ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് നമ്മൾ സാധാരണ പറയാറുള്ള ഇംഗ്ലീഷുകാരെ കുടിയേറ്റക്കാരെന്നാണ്. പക്ഷേ കുടിയേറ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ അതായത് ഈ കുടിയേറ്റത്തിൻ്റെ ഇരയായിട്ടുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ 60% വാക്കുകൾ മറ്റ് ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സ്പെല്ലിംഗ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവിടെ നമ്മളത് വിശദമായി പഠിക്കാൻ പോവുകയാണ്. അന്നേരം ഈ 2 ടേംസ് നമ്മൾ ഓർത്തിരിക്കുക. ഈ റൂട്ട് വവൽ ഇൻഡോ യൂറോപ്യനിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ ദന്തൽ സൗണ്ട് എന്താണ്? പ്രോട്ടോ ജർമാനിക്കിൽ നിന്ന് വന്നു. അതുകൊണ്ടാണ് ആ വ്യത്യാസം. എന്നാൽ എങ്ങനെയാണ് ഈ ദന്തൽ പാസ്റ്റായി മാറുന്നത്? ഈ ദന്തൽ പാസ്റ്റാകുന്നതിന് 6 മെത്തേഡ്സാണ്. ദർ ആർ 6 മെത്തേഡ്സ്. പ്രസൻറ്റ് ബിക്കമിങ് പാസ്റ്റ് നമുക്ക് നോക്കാം. നോക്കൂ, ഇംഗ്ലീഷിൽ ബഹുഭൂരിപക്ഷം വെബ്സുകളും വീക്ക് വെബ്സിൽ പെടുന്നതാണ്. ഈ വീക്ക് വെബ്സ് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ കാണാതെ പഠിക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. നമുക്കതിൻ്റെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ചില സ്റ്റെപ്പുകൾ, ചില സൂത്രങ്ങൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ റൂൾസ് അറിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഒരു റൂൾ ബൈ ആഡിങ് ED or D this sound, ദന്തൽ സൗണ്ട് പ്രസൻറ്റ് ഫോമിനോട് ED ചേർക്കുക അല്ലെങ്കിൽ D ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ പാസ്റ്റ് കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാസ്റ്റ് രൂപം തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളായും വീക്ക് വെബ്സുകളിൽ ഉപയോഗിക്കുക. നമ്മൾ നോക്കാം. കിൽ, നമ്മളിവിടെ ഈ കിൽഡിൻ്റെ ഇവിടെ ED ചേർത്താൽ മതി. അന്നേരം എന്ത് വരും? കിൽഡ്, കിൽഡ്. പിക്ക്, പിക്ഡ്, കിക്ക്, കിക്ഡ്. ലിക്ക്, ലിക്ഡ്. ലുക്ക്, ലുക്ഡ്. ബുക്ക്, ബുക്ഡ്. വോക്ക്, വോക്ഡ്. ക്ലീൻ, ക്ലീൻഡ്. വാഷ്, വാഷ്ഡ്. വോണ്ട്, വോണ്ട്. ഇതാണ്. അന്നേരം അതുപോലെ ഈ ഇവിടെ നോക്കൂ, ലവ് ഇതിൽ ഈയിലാണ് അവസാനിക്കുന്നത്. ഈ വെബ്സുകൾ ഈയിലാണ്. ഇങ്ങനെ ഈയിൽ അവസാനിക്കുകയാണെങ്കിൽ ED ചേർക്കണ്ട, പകരം D ചേർത്താൽ മതി. നോക്കൂ, ലവ്, ലൗഡ്. ഹേറ്റ്, ഹേറ്റ്ഡ്. റിസർവ്ഡ്, റിസർവ്ഡ്. പ്രിസർവ്, പ്രിസർവ്ഡ്. ഈയിൽ അവസാനിക്കുന്ന വെബ്സ് ആണെങ്കിൽ നമ്മളതിൻ്റെ D ചേർത്താൽ മതി. നമ്മൾ ഓർക്കുക, വെബ്സിൻ്റെ അവസാനം DO EDO ചേർത്ത്, അതായത് ദന്തൽ ആഡിങ്ങിലൂടെ നമ്മൾ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കുന്നതിന് 6 രീതികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ രീതിയാണിത്. നെക്സ്റ്റ് നോക്കൂ, വെബ്സ് എൻഡിങ് D or T. ഈ വെബ്സ് അവസാനിക്കുന്നത് Tയിലാണ്. Tയിലോ Dയിലോ അവസാനിക്കുന്ന ഇങ്ങനെയുള്ള വെബ്സുകളിൽ വന്നിട്ടുള്ള ഡബിൾ വവൽസ്, ഇതിനെ നമ്മൾ ലോങ് വവൽസ് എന്ന് പറയും. ഈ ഡബിൾ വവൽസിനെ സിംഗിൾ വവൽസ് ആക്കും. ഇവിടെ 2 E ആണ്, 2 E വവൽസ് ആണ്. അതിനെ നമ്മൾ ഒരു E ഒഴിവാക്കി പാസ്റ്റ് ഉണ്ടാക്കുക. അതാണ് നമ്മൾ ഓർക്കുക. ഇത് എന്തിൽ അവസാനിക്കുന്ന ഈ വെബ്സുകളെല്ലാം ഒന്നുകിൽ Tയിൽ അല്ലെങ്കിൽ Dയിൽ അവസാനിക്കുന്നു. Dയിലോ Tയിലോ അവസാനിക്കുക. ദന്തൽ സൗണ്ടാണ് Dയും Tയും. അതിൻ്റെ പാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ വെബ്സിനകത്ത് വരുന്ന ഡബിൾ വവൽസിനെ നമ്മൾ സിംഗിൾ വവൽസ് ആക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, മീറ്റ്,
met, feed, fed, breed, bred, bleed, bled, plead, bled, shoot, shot, lead, let, speed, sped, read. ഇവിടെ റീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരുന്നില്ല, സൗണ്ടിലെ വ്യത്യാസം വരുന്നുള്ളൂ. റീഡ്, റെഡ്, റീഡ്, റെഡ്. അതാണ്. അന്നേരം അവിടെ നമ്മൾ ഓർക്കുക, ഇങ്ങനെ ഡബിൾ വവൽസ് വരികയും ഡിയിലോ ടിയിലോ എൻഡ് ചെയ്യുകയും ചെയ്യുന്ന വെബ്സുകൾ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ വവൽസ് ചേഞ്ച് ഇൻ ടു സിംഗിൾ വവൽസ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കൂ. ചില വെബ്സുകളിൽ 2 വവൽസ് ഉണ്ട്, പക്ഷേ അത് എൻഡ് ചെയ്യുന്നത് ഡിയിലോ ടിയിലോ അല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഡബിൾ, അതായത് ലോങ് വവൽസ്, ഈ ലോങ് വവൽസ് ഷോർട്ട് വവൽസ് ആക്കി മാറ്റും. ഡബിൾ വവൽസ് സിംഗിൾ വവൽസ് ആക്കി മാറ്റുകയും അതിൻ്റെ കൂടെ ഡി അല്ലെങ്കിൽ ടി, ഡി ഓർ ടി ആഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു മെത്തേഡ്സ് ഉണ്ട്. ആ റൂൾ അറിയുക. കീപ്പ്, kept, sweep, swept, keep, kept, sleep, slept, leap, leapt, feel, felt, deal, dealt, kneel, knelt, leave, left, learn, learnt, lean, leaned, mean, meant, dream, dreamt. ഇങ്ങനെയുള്ള കൂടുതൽ പദങ്ങൾ, വെബ്സുകൾ നിങ്ങൾ കണ്ടെത്തി പറഞ്ഞ് ശീലിക്കുക. ഡിക്ഷണറിയുടെ സഹായത്തോട് ശീലിക്കുക. അതാണ്. ഡബിൾ വവൽസ് വന്നാൽ ദന്തൽ സൗണ്ട് എൻഡ് ചെയ്യുന്നില്ലെങ്കിൽ സിംഗിൾ വവൽസ് ആക്കുകയും ദന്തൽ സൗണ്ട് ആഡ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. ചില വെബ്സുകൾ അവസാനിക്കുന്ന ഡിയിലായിരിക്കും. ആ ഡിയിൽ അവസാനിക്കുന്നത് നമ്മൾ ടി ആയിട്ട് ചേഞ്ച് ചെയ്യും. ദന്തൽ സൗണ്ടിലേക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യും. അതാണ്. അന്നേരം ബിൽഡ് ഡിയിലാണ് അവസാനിക്കുന്നത്. ബിൽഡ്, ബിൽറ്റ്, സെൻറ്റ്, സെൻറ്റ്, സ്പെൻറ്റ്, സ്പെൻറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്ന സെൻറ്റ് എന്ന് തന്നെയാണ്, പക്ഷേ ഈ ഡിയുടെ സ്ഥാനത്ത് അത് ടി ആയിട്ട് മാറും. സ്പെൻറ്റ് ടി ആയിട്ട് മാറും. bent, bent, lent, lent, gill, gilt, grit, grit, rent, rent. അതാണ് ഡി ചേഞ്ച് ഇൻ ടു ടി. അതാണ് നമ്മൾ ഓർത്തിരിക്കുക. ഡി ചേഞ്ച് ഇൻ ടു ടി. ഇവിടെ ലോങ് വവൽസ് ചേഞ്ച് ഇൻ ടു ഷോർട്ട് വവൽ, ദെൻ ആഡ് ഡി ഓർ ടി അറ്റ് ദ എൻഡ്. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒമിറ്റിംഗ് ഫൈനൽ കോൺസണൻറ്റ്. ഇവിടെ ഈ വെബ്സ് നോക്കൂ. സേ, ഇതിൻ്റെ അവസാനം വന്നിരിക്കുന്ന കോൺസണൻറ്റ്, അതിനെ ഒമിറ്റ് ചെയ്യുക, ഒഴിവാക്കുക. ഒമിറ്റിംഗ് ഫൈനൽ കോൺസണൻറ്റ്. എന്നിട്ട് ചേഞ്ചിങ് വവൽസ്. അവിടെ നമ്മൾ വവൽസ് അതിനെ ഒരു വവൽസ് ആയിട്ട് മാറ്റണം. അതാണ്. എന്നാൽ ഇതെങ്ങനെ മാറും നോക്കാം. ഇവിടെ ഈ വൈ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഡി ഓർ ടി ആഡ് ചെയ്യണം. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വെബ്സിൻ്റെ അവസാനം വരുന്ന കോൺസണൻറ്റ് ഒമിറ്റ് ചെയ്യുക, ഒഴിവാക്കുക. വവൽസ് ചേഞ്ച് ചെയ്യുക. ആഡ് ഡി ഓർ ടി അറ്റ് ദ എൻഡ്. അവസാനം ഡിയോ ടിയോ ചേർക്കുക. നമുക്ക് നോക്കാം. സേ, സേ എന്നുള്ളതുണ്ട്. നമ്മളിവിടെ സേ എന്നുള്ളത് എന്താവുന്നു? ഇവിടെ ഒരു വവൽസ് അധികം വന്നു എങ്കിലും അത് വായിക്കുന്നത് സെഡ് എന്ന. സെഡ്, ആ സൗണ്ട് ഒറ്റ സൗണ്ടായിട്ടാണ് വരുന്നത്. സെഡ്, സേ, സെഡ്. നോക്കൂ. പേ, പേ, പെയ്ഡ്. ലേ, ലെയ്ഡ്. മേ, മെയ്ഡ്. സോറി, മേ, മൈറ്റ്, മൈറ്റ്, മേ, might, might.
ആ മൈറ്റ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുള്ളൂ, MIT. GH അതിനകത്ത് വരുന്നുണ്ട്, സൈലൻ്റ് ആണ്. മൈറ്റ്. അത് നോക്കൂ, ടെൽ അവസാനത്തെ കോൺസണൻറ്റ് L, 2 കോൺസണൻറ്റ് വന്നിരിക്കും, അത് ഒരു കോൺസണൻറ്റ് ഒഴിവാക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ മാറ്റുന്നു, അത് O ആവുന്നു. എന്ത് വരുന്നു? ടെൽ, ടോൾഡ് ആവുന്നു. അതുപോലെ സെല്ല് അവസാനം സെൽ 2 വവൽസ് കോൺസണൻ്റ് വന്നേക്കുന്നത്. ഒരു കോൺസണൻ്റ് ഒമിറ്റ് ചെയ്യുന്നു, എന്ന് പറയുന്ന കോൺസണൻ്റ് വവൽസ് O ആയിട്ട് മാറുന്നു. സെൽ, സോൾഡ്. ബൈ നോക്കൂ, ബൈയുടെ അവസാനം ഈ Y മാറണം, ചേഞ്ച് ചെയ്യണം. ഇനി യു, ആ യു ഇവിടെ എന്തായാലും മാറും, ഓയും ആവും. O എന്ന സൗണ്ട് ആവും, UO സൗണ്ട് ആവും. ബോട്ട്. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? ബോട്ട്. ഈ GH എന്ത് ചെയ്യില്ല, സൈലൻ്റാ, വായിക്കില്ല. അന്നേരം ബൈ, ബോട്ട്. ബ്രിങ്, സെയിം റൂളാ, ബ്രിങ്, ബ്രോട്ട്. തിങ്ക്, തോട്ട്. സീക്ക്, സോട്ട് ഔട്ട്. സീക്ക്, സോട്ട്. ക്യാച്ച്, കോട്ട്. ടീച്ച്, ടോട്ട്. ഹിയർ നമ്മൾ അവസാനം എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഡി ആഡ് ചെയ്യുക, പക്ഷെ സൗണ്ട് മാറും. ഹിയർ എന്തായിട്ട് മാറുന്നു, ഹേ ആയിട്ട് മാറുക. ഇയ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്തോങ്ങ, അത് എ ആയിട്ട് മാറുക. ഹേർഡ്, ഹാവ്. അവിടെ നമ്മൾ ഈ വിക്ക് ഫു സൗണ്ടാണ്, അതെന്തായി മാറും, ഡി ആയിട്ട് ദന്തൽ സൗണ്ട് ചേർത്ത് കൊടുക്കും. ഹാ. മേക്ക് ഇവിടെ നമ്മളെന്താ, ഡി ചേർക്കും, മെയ്ഡ്. അല്ലെ ഡൂനത് ഈ O സൗണ്ട് മാറി ഐ ആവും. എന്നിട്ട് നമ്മുടെ ദന്തൽ സൗണ്ട് ചേർത്ത് കൊടുക്കും. അന്നേരം എന്ത് വരും, ഡിറ്റ്. ഡിറ്റ്. അതാണ് ഓർത്തിരിക്കുക. ഫൈനൽ കോൺസണൻറ്റ് ഒമിറ്റ് ചെയ്യുക, വവൽസ് ചേഞ്ച് ചെയ്യുക, ഡി ഓർ ടി ആഡ് ചെയ്യുക. നമ്മൾ പ്രത്യേകം ഓർക്കുക, വീക്ക് ഓപ്സിൻ്റെ എല്ലാം അവസാനം DO TO വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, ഒരു ചേഞ്ചും ഇല്ല. വെബ്സ് അണ്ടർഗോയിങ് നോ ചേഞ്ച് അറ്റ് ഓൾ. ഒരിക്കലും ഒരു ചേഞ്ചും ഇല്ലാത്ത ചില വെബ്സ് ഉണ്ട്, കാരണം അത് അവസാനിക്കുന്ന ദന്തൽ സൗണ്ടിൽ തന്നെ ആയിരിക്കും. നോക്കൂ, കട്ട് തന്നെ, കട്ട്. പുട്ട്. ഷട്ട്. സെറ്റ്. ലെറ്റ്. ഹട്ട്. ഹിറ്റ്. നിറ്റ്. സ്പ്ലിറ്റ്. കിറ്റ്. വെറ്റ്. ഷട്ട്. സ്പ്രെഡ്. കോസ്റ്റ്. കാസ്റ്റ്. അതാണ്. അന്നേരം ഈ ഒരു 6 സ്റ്റെപ്സ് മിനിമം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് വീക്ക് വെബ്സ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ വെബ്സ് വീക്ക് വെബ്സാണ്. സ്ട്രോങ് വെബ്സ് വളരെ കുറച്ചൊരു 10-300 സ്ട്രോങ് വെബ്സ് ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വീക്ക് വെബ്സും സ്ട്രോങ് വെബ്സും പഠിക്കുന്നതിന്, അതായത് റെഗുലർ ഇറഗുലറും പഠിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബാക്കിയുള്ള ഗ്രാമറുകളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അന്നേരം സ്ട്രോങ് വെബ്സ് എന്ന ഒരു വിഷയവുമായി ഇനിയും നമ്മൾ കാണും. എല്ലാവർക്കും നന്ദി. ബായ്. ഓക്കെ.